ഹായ് ഗായ്സ്, ഇത് കണ്ടോ 590 ലിറ്ററിൻ്റെ ഒരു ഫ്രീസറാണ്. ഇതൊരു ഇറച്ചിക്കടക്കാരൻ്റെ ഫ്രീസറാണ്. ഇത് കണ്ടോ, ഇത് ഇത്രയും വലിയൊരു ഫ്രീസർ, ഒരു പുതിയ ഫ്രീസർ വാങ്ങണമെങ്കിൽ എങ്ങനെയും 60,000 രൂപയ്ക്ക് മേളിൽ പോകും. ഇത്രയും വലിയ ഫ്രീസർ നമ്മൾ ഈ പറഞ്ഞാൽ അനുസരിക്കാത്ത എന്ന് പറഞ്ഞാൽ ഈ ധാർഷ്ട്യമുള്ള പണിക്കാരെ ഏൽപ്പിച്ചിട്ട് കടക്കാരൻ വേറെ വഴിക്ക് പോകുമ്പോഴൊരു കുഴപ്പമാണ്. അവരിതിനകത്തുനിന്ന് ഐസ് പിച്ചാത്തി കൊണ്ട് കുത്തി, കണ്ടോ, പിച്ചാത്തി കൊണ്ട് കുത്തി ഈ പരുവത്തിലാക്കി വെച്ചേക്ക്. അത് തുളഞ്ഞു പോയി. എൻ്റെ അടുത്ത് ഇത് വർക്കിങ്ങിന് കൊണ്ടുവന്നാണ്. ഞാനിത് ഒരു അപേക്ഷ വെച്ച് ഒട്ടിച്ച്, ഭാഗ്യത്തിന് ഒരു കുത്തേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുത്തേ പൈപ്പിൽ കൊണ്ടുള്ളൂ, ബാക്കിയെല്ലാം സൈഡിൽ കൊണ്ട് രക്ഷപ്പെട്ടു പോയി. പൈപ്പുകളൊന്നും കാര്യമായിട്ട് കൊണ്ടില്ല. നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കാണാം, അവിടെയൊക്കെ കത്തിക്കൊണ്ട് കുത്തിയ പാടുണ്ട്. അപ്പോൾ ഈ കത്തിക്കുത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കയറും, നമുക്ക് ഒരിക്കലും നന്നാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരികയും ചെയ്യും. എൻ്റെ ഒരു ഭാഗ്യത്തിന് ഇത് ഈസി ആയിട്ട് വെള്ളം കളയാതെ മോയ്സ്ചർ കളഞ്ഞ് ഗ്യാസ് ചാർജ് ചെയ്യാൻ പറ്റി. നമ്മൾ ഗ്യാസ് ചാർജ് ഇതിന് 290 290 C5H10 എന്ന് പറയുന്ന ഗ്യാസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഏറ്റവും പുതിയ മോഡൽ ഗ്യാസാണ്. ആ ഗ്യാസ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയത്. ഇതിന് മുമ്പുണ്ടായിരുന്ന 600 R600 എന്ന് പറയുന്ന ഗ്യാസായിരുന്നെങ്കിൽ ഇതിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നതാണ്. എന്തായാലും ഇത് ഭംഗിയായിട്ട് ഗ്യാസ് ചാർജ് ചെയ്തു. സെഷൻ പ്രഷർ ഇപ്പോൾ 30-ലാണ് നിർത്തിയിരിക്കുന്നത്. 30-ൽ താഴെ നിൽക്കണം. ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇനി ഇത് ഫുൾ കണ്ടീഷനിൽ എത്തുന്നു ഉള്ള പ്രതീക്ഷയാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഇറച്ചിക്കട നടത്തുന്നവരോ ഫ്രീസർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പണിക്കാരോട് കൃത്യമായി പറയണം, ഐസ് കളയാൻ വേണ്ടി കത്തി കൊണ്ട് കുത്തോ ഒന്നും ചെയ്യരുത്. കത്തി കൊണ്ട് കുത്തിയാൽ ആ പൈപ്പ് തുളഞ്ഞു പോകും. ഇത് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അപ്പോൾ പണിക്കാരുടെ അടുത്ത് മുതലാളിമാർ സ്ട്രിക്റ്റായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. കാര്യം പണ്ട് വന്നുകൊണ്ടിരുന്ന ഹിന്ദിക്കാരെ പോലെ അല്ല, ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ ഭയങ്കര ധാർഷ്ട്യവും തണ്ടും ഉള്ള ആൾക്കാരാണ്. അവർക്ക് ഇവിടെ തന്നെ യൂണിയനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. നമ്മളുടെ പണം പോകാതിരിക്കണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക. അതുമാത്രമേ പറയാനുള്ളൂ.